എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് സോഷ്യൽ മീഡിയ താരങ്ങളെ കുറിച്ചാണ്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായി കോമാളിയായിരിക്കുന്ന രണ്ട് താരങ്ങളല്ല, രണ്ട് പേര്. ഒന്ന് അലിൻ ജോസ് പെരേര, ഒന്ന് ആറാട്ടണ്ണൻ. ഇപ്പം നമ്മൾ വിചാരിക്കും ഇവർ രണ്ടുപേരും വെറും കോമാളികളാണ് എന്ന്. പക്ഷേ അവരെ വെച്ച് അതായത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരു ബിഗ് ബജറ്റ് ഫിലിം കമ്പനി അവരെ വെച്ചൊരു കോമഡി സിനിമ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് ബിഗ് ബജറ്റ് സിനിമയാണ്, അതായത് പാൻ ഇന്ത്യൻ സിനിമ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇവരെ രണ്ടുപേരെയും പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള കുറച്ച് പേരും പിന്നെ അതിലൊരു വലിയ മുഖ്യ സ്റ്റാറും ഉണ്ടാവുമെന്നാണ് അറിയുന്നത്. ഇപ്പം ഇവർ രണ്ടുപേരും നമ്മൾ വിചാരിക്കും കോമാളികളാണ്, വെറും കോമാളിത്തരങ്ങൾ കാണിച്ച് നിൽക്കുന്നവരാണെന്ന്. പക്ഷേ ഇവരറിയാതെ തന്നെ ഇവർ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഒരു മമ്മൂട്ടി ചിത്രത്തിൽ ആറാട്ടണ്ണനെ അഭിനയിപ്പിച്ചതും അതുപോലെ തന്നെ അലിൻ ജോസ് പെരേരയും ഒരുപാട് സിനിമകളൊക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പം ഇവർ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വീഡിയോസിൻ്റെ താഴെ എടുത്ത കമൻറ്റുകൾ നമ്മൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഇവരെ തെറി തന്നെയാണ് പറയുന്നത്. പക്ഷേ ആ തെറി പറയുന്നതിലൂടെ അവർ വൈറലായിക്കൊണ്ടിരിക്കുകയും അവരുടെ വീഡിയോ റീച്ച് ആവുകയും അവർക്ക് നല്ല നല്ല ഓഫറുകൾ വരികയും ഈ കഴിഞ്ഞ ദിവസം ഒരു സീരിയലിൽ തന്നെ അലിൻ ജോസ് പെരേര അഭിനയിച്ചതായിട്ട് ഇങ്ങനെ ഷോർട്സിൽ കണ്ടു. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാൻ അപ്പോൾ ഇവർ രണ്ടുപേരെയും വെച്ച് മലയാളത്തിലെ ഒരു പ്രശസ്തമായ, അതിൻ്റെ പേര് ഞാൻ പിന്നീട് വെളിപ്പെടുത്താം, പ്രശസ്തമായ ഒരു ഫിലിം കമ്പനി ഒരു കോമഡി സിനിമ ഇറക്കാൻ പോവാണ്. കോമഡി സിനിമയുടെ ഏകദേശ സ്ക്രിപ്റ്റൊക്കെ റെഡിയായെന്നുള്ളതാണ് അറിവ്. അത് കഴിഞ്ഞ് ഇവരെ വെച്ച് ഇവർക്ക് റിഹേഴ്സൽ ക്യാമ്പ് പോലെ എന്തോ നടത്തും. അത് കഴിഞ്ഞ് ഇവരെ എഗ്രിമെൻറ്റ് ചെയ്യിച്ച് ഇവരൊരു വലിയൊരു പാൻ ഇന്ത്യൻ, അതായത് ഇന്ത്യയിലല്ല വേൾഡ് വൈഡ് റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ് ഇവരെ വെച്ച് ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു ബിഗ് ബജറ്റ് മൂവി തന്നെയാണ്. അതിനകത്ത് ഒരുപാട് മലയാളത്തിലെ സ്റ്റാർസ്, തമിഴിലെ ഒരുപാട് പേര് അഭിനയിക്കുന്നു. പക്ഷേ ഇവർ രണ്ടുപേരുമായിരിക്കും നായകൻ, അലിൻ ജോസ് പെരേരയും ആറാട്ടണ്ണനും. അങ്ങനെ ഒരു കോമഡി സിനിമ മലയാളത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. നമ്മൾ ഈ അലിൻ ജോസ് പെരേര അല്ലെങ്കിൽ ആറാട്ടണ്ണൻ ഇവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ആറാട്ടണ്ണൻ എന്ന് പറയുന്ന വ്യക്തി പേര് തന്നെ ഉണ്ടായത് ആറാട്ടെന്ന മോഹൻലാൽ ചിത്രത്തിൻ്റെ റിവ്യൂ പറഞ്ഞുകൊണ്ട് വന്ന ആളാണ് ആറാട്ടണ്ണൻ. അപ്പോൾ ആറാട്ട സിനിമയുടെ റിവ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആറാട്ട സിനിമ ഫ്ലോപ്പായൊരു സിനിമയാണ്. ഫ്ലോപ്പായെന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ, അതിനകത്ത് കണ്ടന്റ് ഇല്ലാതെ സിനിമയുടെ പല ഭാഗങ്ങൾ ഏച്ചു വെച്ച പോലെ ഉണ്ടാക്കിയ ഒരു സിനിമയാണ് ആറാട്ട സിനിമ. ആ സിനിമ കണ്ടിറങ്ങിയ അപ്പോൾ ആ സമയത്താണ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ നിൽക്കുന്നൊരു സമയമായിരുന്നു ആ സിനിമ എങ്ങനെ മാർക്കറ്റ് പിടിച്ചെടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ആറാട്ട് സിനിമ ലാലേട്ടൻ ആറാടുകയാണെന്ന് പറഞ്ഞ ഒരു വാക്ക്, അതിലൂടെയാണ് ആറാട്ടൻ എന്ന പേര് വരികയും പിന്നീട് വൈറലായ തുടർന്ന് അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ദിവസം വരെ ജയിൽ ശിക്ഷയായിരുന്നു അനുഭവിക്കേണ്ടി വന്നു. അപ്പം അലിൻ ജോസ് പെരേര അതുപോലെ തന്നെ ഒരുപാട് കേസിലുമൊക്കെ ഇതുമായി ഈ വൈറലായതിൻ്റെ ബന്ധത്തിൽ ഒക്കെ പെട്ടു. എന്നിരുന്നാൽ തന്നെ ഇവർ രണ്ടുപേരും കോമഡി തരങ്ങളാണ് കാണിക്കുന്നത്. കോമഡി തരങ്ങൾ എന്ന് പറഞ്ഞാൽ റിവ്യൂവിലാണെങ്കിലും ഇൻ്റർവ്യൂ ആണെങ്കിലും എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കോമാളിത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്, എടുക്കുന്നത്. എനിക്കൊന്ന് ചിന്തിക്കുന്നത് പോലും തന്നെ. പക്ഷേ നമ്മളെയൊക്കെ ജനങ്ങളെ അവർ റീച്ച് എത്തിച്ചുകൊണ്ട് സിനിമയിലാണ് അവരുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം. ഒരു ഷോർട്ട് ഫിലിംസ്, ആൽബംസും ഒക്കെ ചെയ്യുന്നുണ്ട്. എങ്കിൽ തന്നെ അവർ ഇപ്പം സിനിമയിലേക്ക് വലിയൊരു ബിഗ് ബജറ്റ് സിനിമയുടെ ഭാഗമാകാൻ എൻട്രി ആയിട്ടുണ്ടെന്നാണ് അറിവ്. അത് കൊച്ചി കേന്ദ്രീകരിച്ചും ബാംഗ്ലൂർ, കൊച്ചി, മുംബൈ എന്നീ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു സിനിമയിലാണ് ഇവർ അഭിനയിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് നമ്മൾ വിചാരിക്കും, ഇവരറിയാതെ തന്നെ അലിൻ ജോസ് പെരേര ഇൻ്റർവ്യൂ എടുക്കാൻ നമ്മളെ ആ കോമഡി തരങ്ങളൊക്കെ അല്ലെങ്കിൽ കോമഡി സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിരിക്കും. ആ കേട്ടിരുന്ന് ജനങ്ങൾക്ക് ഇപ്പം കേരളത്തിൽ എവിടെ നോക്കിയാലും ഈ അലിൻ ജോസ് പെരേര, ആറാട്ടണ്ണനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. കാരണം ഇവരുടെ കോമഡി നമ്മൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഓരോ കോമഡി തരങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെ വെച്ച് ഒരു മലയാളത്തിലെ പക്ഷേ അത് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് മൂവി ആയിരിക്കും. കാരണം തമിഴിലൊക്കെ അങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ട് ഒരുപാട് സിനിമകൾ.
അവിടെയുള്ള ചെറുകിട സോഷ്യൽ മീഡിയ താരങ്ങളെയൊക്കെ വെച്ച് തമിഴിലൊക്കെ ചെറിയ ഇൻഡസ്ട്രി, തമിഴിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് തിയേറ്ററുകൾ ഉള്ളതുകൊണ്ട് ചെറിയ പ്രൊഡ്യൂസർ ചെറിയ രീതിയിൽ തമിഴിലൊക്കെ ഒരുപാട് സിനിമകൾ ഇറക്കിയിട്ടുണ്ട്. ഇവര് ഈ രണ്ട് വ്യക്തികളെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇവർ റിവ്യൂ അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയ വൈറൽ താരങ്ങളായതെന്ന് നമുക്ക് ഇതിന്റെ പുറകോട്ടൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. ഈ ആറാട്ടണ്ണൻ വൈറലായി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അലിൻ ജോസ് പെരേര ഡാൻസ് കളിച്ചുകൊണ്ട്, അതായത് അത് നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടാണ്. സത്യത്തിലൊരു സിനിമയിലൊക്കെ നടന്മാർ നമ്മളെ ചിരിപ്പിക്കുന്ന പോലെ തന്നെയാണ് റിയൽ ലൈഫിൽ ഇവർ നമ്മളെ ചിരിപ്പിച്ചുകൊണ്ട് വന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അലിൻ ജോസ് പെരേര വിനീത തിയേറ്ററിൽ അല്ലെങ്കിൽ കൊച്ചിയിലെ ഒരു തിയേറ്ററിൽ തിയേറ്ററിൽ സിനിമ കണ്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ആ സിനിമയുടെ റിവ്യൂ പറഞ്ഞ് പാട്ടും ഡാൻസും എന്ന് പറഞ്ഞാൽ സിനിമ അടിപൊളിയാണ്, നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടും. അതിനോടൊപ്പം തന്നെ ഒരു പ്രത്യേക ശൈലിയിൽ കൈയൊക്കെ ഇങ്ങനെ ഇട്ടാട്ടി ഒരു ഡാൻസും കളിക്കും. അപ്പോൾ അത് ആൾക്കാർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അതിനെ തുടർന്ന് ഈ അലിൻ ജോസ് പെരേരയുടെ ഇൻ്റർവ്യൂകൾ ചെറിയ സോഷ്യൽ മീഡിയ പേജുകളിൽ വരാൻ തുടങ്ങി. അതുപോലെ തന്നെ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ചെറുകിട മീഡിയ കമ്പനികൾ, അതായത് സോഷ്യൽ മീഡിയ കമ്പനികൾ ഇവരുടെ ഇൻ്റർവ്യൂകൾ എടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു പതിയെ ഇവർ വളർന്ന് ഇവരിപ്പോൾ ഒരു നല്ല ഒരു സ്റ്റെബിലിറ്റിയിലെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ഇൻ്റർവ്യൂവിൽ അലിൻ ജോസ് പെരേര പറഞ്ഞു മാസം 1 ലക്ഷം രൂപയുടെ അടുത്ത് തനിക്ക് വരുമാനമുണ്ടെന്നും താൻ AC റൂമിലാണ് കിടക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഏകദേശം ശരി തന്നെയായിരിക്കാം. കാരണം ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം ഒരു 10,000 രൂപ 20,000 രൂപയൊക്കെ കിട്ടുമായിരിക്കും. മാസം 2 ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് അവരുടെ കയ്യിൽ കിട്ടും. അത് ചില സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇവർക്ക് മിക്ക ദിവസങ്ങളും ഇൻ്റർവ്യൂകളുണ്ട്, അതുപോലെ തന്നെ ചില ആൽബംസ് ഉണ്ട്, സീരിയൽസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളിലൊക്കെ പോയി കഴിയുമ്പം ശരിയായിരിക്കാം 1 ലക്ഷം രൂപയ്ക്ക് മേളിൽ ഇവർക്ക് വരുമാനം ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ വേറൊരു രസമുള്ളൊരു കാര്യമാണ് ഈ അലിൻ ജോസ് പെരേര എന്ന് പറഞ്ഞ ആള് ഈ കല്യാണ ഫംഗ്ഷനുകളിൽ അതിഥിയായിട്ട് പോയി അവിടെ ഡാൻസ് കളിച്ചും ഇതേ പാറ്റേൺ തന്നെ ഡാൻസ് പാട്ട് പാടും. അതിനോടൊപ്പം തന്നെ കൈ ഒരു പ്രത്യേക ശൈലിയിൽ കാണിച്ച് ഡാൻസും കളിക്കും. അപ്പോൾ ഇതൊക്കെ കണ്ടായിരിക്കാം ഈ സിനിമയുടെ കഥ എന്താണെന്നും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. എങ്കിൽ തന്നെ ഈ സിനിമ ഒരുപക്ഷെ ഒരു പാൻ ഇന്ത്യൻ കോമഡി എന്റർടൈൻമെന്റ് സിനിമയായിരിക്കും. കാരണം ഇതിനകത്ത് ഈ അണിയറയിലെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ ഇവരെല്ലാം സംസാരിക്കുന്നത് മീഡിയയിലൊക്കെ പറയുന്നത് ഇങ്ങനൊരു സിനിമ ഒരുപക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളത്തിൽ ഇതിനു മുമ്പ് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഈ പാച്ചുവും ഗോപാലനും എന്ന് പറഞ്ഞൊരു സിനിമ. അതായത് അതിനകത്ത് ശ്രീനിവാസനും ജഗതിയും കൂടെ ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നു. ശ്രീനിവാസനും ജഗതിയും രണ്ടുപേരും കള്ളന്മാരാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു സിനിമയാണ്. അത് നല്ലൊരു സിനിമയാണ്. അപ്പോൾ അതുപോലെയൊക്കെയുള്ള ആയിരിക്കും എന്നാണ് തോന്നുന്നത് അതേ സംബന്ധിച്ച്. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ റിവ്യൂ പറഞ്ഞ കുറച്ച് ആൾക്കാരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ കുറച്ച് ആൾക്കാരും പിന്നെ ഒരു വലിയൊരു സ്റ്റാർ കാസ്റ്റും ഒക്കെ അടങ്ങുന്ന ഒരു വലിയൊരു ക്രൂ ആണ്, വലിയൊരു സിനിമയാണത്. അപ്പോൾ എന്തായാലും ഇവരുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ കോമാളിത്തരങ്ങളൊക്കെ കാണിച്ചിട്ടാണെങ്കിലും ഇവർക്ക് നല്ലൊരു സിനിമയിലേക്ക് നല്ലൊരു എൻട്രി കിട്ടിയതിൽ വളരെ സന്തോഷം. അതോടൊപ്പം തന്നെ ഇവരെ നമ്മൾ ചിന്തിക്കും ഇവര് വെറും കോമാളികളാണ്, അല്ലെങ്കിൽ ഇവരുടെ ചില ഇന്റർവ്യൂകളൊക്കെ വളരെ ഇന്റലക്ച്വലായ ഇന്റർവ്യൂസാണ്. അതിലേറ്റവും വലിയ ഇന്റലക്ച്വലായ ഇന്റർവ്യൂസ് ഉള്ളത് ആറാട്ടണ്ണൻ്റെയാണ്. അദ്ദേഹത്തിന്റെ ചില ഇന്റർവ്യൂ കോമഡികളാണെങ്കിലും ചില ഇന്റർവ്യൂ വളരെ ബുദ്ധിജീവികൾ സംസാരിക്കുന്ന പോലുള്ള ഇന്റർവ്യൂകളാണ്. ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊഫസർ ലെവലിലുള്ള ആൾക്കാർ സംസാരിക്കുന്ന രീതിയിലാണ് ചില ഇന്റർവ്യൂവിൽ ചോദ്യകർത്താക്കളോട് ഉത്തരങ്ങൾ പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇവർ രണ്ടുപേരും വെറും മണ്ടന്മാരല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവരുടെ ചില ബൈറ്റ്സുകൾ നമ്മൾ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ പലപ്പോഴും ചിന്തിക്കും എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള താരങ്ങളെ, ഇതുപോലുള്ള കോമഡി ആൾക്കാരെ എന്തുകൊണ്ടാണ് അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം മലയാളികളുടെ അല്ലെങ്കിൽ മാറുന്ന ചിന്താരീതികളാണ്. ഒന്നാമത്തെ കാര്യം, ഇന്ന് പണ്ടത്തെ കോമഡി സിനിമകൾ പോലെ ദിലീപിൻ്റെ പണ്ടത്തെ നല്ലൊരു കോമഡി സിനിമകൾ ഉണ്ടായിരുന്നു, ജഗതിയുടെ കോമഡി സിനിമകൾ ഉണ്ടായിരുന്നു, ഇന്ദ്രൻസിൻ്റെ നല്ല കോമഡി സിനിമകൾ ഉണ്ടായിരുന്നു, ജയറാമിൻ്റെ, മോഹൻലാലിൻ്റെ,
മമ്മൂട്ടിയുടെ വരെ കോമഡി, അതായത് കോമഡി എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ കോമഡി വിഷയങ്ങൾ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ വിനോദം ഉണ്ടാക്കുന്ന നല്ല കോമഡി ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് മൂവികൾ ഒരുപാടുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ അത് ഒരുപക്ഷെ തിയേറ്ററിൽ കുറച്ച് ഓടിക്കഴിഞ്ഞത് ടി വി വന്നു കഴിയുമ്പോൾ വളരെ ആഘോഷത്തോടെ ആൾക്കാർ കാണുന്നു, വളരെ ആഘോഷത്തോടെ ആൾക്കാർ അതിനെ സ്വീകരിക്കുകയും ചെയ്യുക സിനിമകൾ. അതിന് ഏറ്റവും വലുതാണ് ദിലീപിൻ്റെ ഓരോ സിനിമകളും. ദിലീപ് എന്ന സ്റ്റാർ ഉണ്ടായത് തന്നെ കോമഡി എന്ന ഒരു ജോണർ ഇല്ലെങ്കിൽ ഒരിക്കലും ദിലീപ് എന്ന ഒരു സ്റ്റാർ ഉണ്ടാകത്തില്ല. ദിലീപ് വന്നത് കോമഡിയിലൂടെയാണ്. അതുപോലെ തന്നെ ജയറാം വന്നത് എല്ലാ നടന്മാരും ഒട്ടുമിക്ക നടന്മാരും സീരിയസ് റോളുകൾ ചെയ്ത നടന്മാർ വളരെ കുറച്ചാണ്. മമ്മൂട്ടിയും ഒക്കെയാണ് സീരിയസ് റോളുകളിലൂടെ വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ, അതായത് 2000 മുതൽ അല്ലെങ്കിൽ 2005 അല്ലെങ്കിൽ 2010 അത് കഴിഞ്ഞുള്ള കാലഘട്ടങ്ങളിൽ കൊറോണയ്ക്ക് ശേഷം ഒരു കോമഡി സിനിമ എന്ന് പറയാൻ രോമാഞ്ചം എന്ന് പറയുന്ന ഒരു സിനിമ മാത്രം എടുക്കുന്നുള്ളൂ. വേറെ ഒരു സിനിമകളും കോമഡിയിൽ എന്തൊക്കെയോ കഥകൾ ആൾക്കാരോട് പറഞ്ഞ് കേൾപ്പിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് സിനിമയുടെ പല പാറ്റേണിലുള്ള സിനിമകൾ മാറിയിരിക്കുന്നത്. കോമഡി, അതായത് കോമഡി സിനിമകളെന്ന ആവേശം സിനിമ കോമഡിയാണ്. അതുപോലെ തന്നെ രോമാഞ്ചം, ഇതുപോലൊക്കെയുള്ള ചില സിനിമകൾ മാത്രമേ കോമഡി ജോണറിലേക്ക് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സീരിയസ് ഉള്ള ഇഷ്യൂസ് ഉള്ള അല്ലെങ്കിൽ സീരിയസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിനിമകളാണ്. അങ്ങനെ സീരിയസ് സിനിമകൾ കാണാൻ ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തപ്പോൾ ആൾക്കാർ സോഷ്യൽ മീഡിയയിലേക്ക് ചേക്കേറി കഴിഞ്ഞപ്പോൾ അവിടെ നല്ല കോമഡി തരങ്ങൾ, റിയൽ ലൈഫിൽ നടക്കുന്ന കോമഡികൾ ആൾക്കാർ കാണാൻ തുടങ്ങി. ചില ആൾക്കാർക്കൊക്കെ ഷോർട്സ് കണ്ടാൽ മതി, സിനിമ കാണാനുള്ള ആ ഒരു ആഗ്രഹമൊക്കെ മാറിപ്പോയി. കൊറോണയ്ക്ക് ശേഷം ഈ ഷോർട്സിലാണ് ആൾക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. സിനിമ കാണുന്നതെന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂർ ഇരുന്ന് സിനിമ കാണുന്നതിനെ കുറിച്ച് പലർക്കും ഇഷ്ടമല്ലാതായി. മെയിനായിട്ട് നമുക്ക് വിചാരിച്ചറിയാം, ഇവർ ഈ നമ്മുടെ യൂട്യൂബിലും മറ്റിടത്തൊക്കെ ഇട്ടേക്കുന്ന സിനിമകൾ ആൾക്കാർ അങ്ങനെ 2.5 മണിക്കൂറൊന്നും ഒന്നിച്ചിരുന്ന് കാണാനുള്ള സമയവും സന്ദർഭവും സാഹചര്യവും ഒന്നും പലർക്കും ഇല്ല. അവരന്നപ്പം ഒരു വണ്ടിയിലിരുന്ന് അല്ലെങ്കിൽ ട്രെയിൻ യാത്രയിലൊക്കെ ആയിരിക്കും എന്തെങ്കിലും കാണുന്നത്. ട്രെയിൻ യാത്രയിലോ ബസ് യാത്രയിലോ അല്ലെങ്കിൽ ദീർഘദൂര യാത്രയിൽ ക്ഷീണിച്ചിരിക്കുമ്പോഴായിരിക്കും ഒരു സിനിമ കണ്ട് അതിൻ്റെ ലാഗ് അടിച്ച് ഇരിക്കുന്നതിനൊക്കെ നല്ലത് അവർക്കൊരു ഷോർട്സ് കാണുമ്പം, പ്രത്യേകിച്ച് അലിൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ്റെ ഒരു വൈറ്റ് സ്റ്റൈലിലെ കോമഡി തരങ്ങളൊക്കെ കാണുമ്പോൾ അവർക്കൊരു എനർജി ഉണ്ടാകും. ഈ കോമഡി കാണുമ്പം ഒരു പ്രത്യേകത ഉണ്ട്, അവർക്കൊരു എനർജി ഉണ്ടാകും. എന്നാൽ നമ്മളെന്ത് വിഷമിച്ചിരിക്കുന്ന ഒരു സന്ദർഭങ്ങളിലും ചില കോമഡി തരങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു എൻ്റർടൈൻമെൻ്റായിട്ട് തോന്നും. അപ്പം അങ്ങനെ ഇവരുടെ ഈ ഷോർട്സ് കാണാൻ തുടങ്ങി ആൾക്കാർ. അതായത് ചിലർ തിരഞ്ഞു പിടിച്ച് കാണാൻ തുടങ്ങി. ചിലർ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞ് ഇവരുടെയൊക്കെ കോമഡികൾ കാണുമ്പം അവർക്ക് ഒരു മനസ്സിനൊരു സമാധാനം കിട്ടും. അപ്പം ഇങ്ങനെ ഈ സിനിമയിൽ കിട്ടാത്ത പലതും റിയൽ ലൈഫിൽ ഇവിടെ സോഷ്യൽ മീഡിയയിൽ കിട്ടാൻ തുടങ്ങിയപ്പം അവർ അങ്ങനെയുള്ള ആൾക്കാരെ അവർ സ്റ്റാറാക്കിയെന്നല്ല, ഇങ്ങനെ ആൾക്കാർ കാണുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അങ്ങ് സ്റ്റാറായി പോവുകയാണ്. അല്ല, അവരുടെ വീഡിയോ ഇടുന്ന ഉടനെ ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ പറയുന്നത് കോമഡി തരങ്ങൾ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇവർ ഇതുപോലുള്ള സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇതുപോലുള്ള സോഷ്യൽ മീഡിയ താരങ്ങൾ നല്ല രീതിയിൽ വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ഫിലിം സ്റ്റാറിനേക്കാൾ അല്ലെങ്കിൽ ഒരു കോമഡി ആർട്ടിസ്റ്റിനേക്കാൾ ഫാൻ ബേസ്ഡ് അല്ലെങ്കിൽ അലിൻ ജോസ് പെരേരയ്ക്ക് ആറാട്ടണ്ണനുണ്ട്. ഫാൻ ബേസ് എന്നല്ല, അവരുടെ ആ കോമഡി തരങ്ങൾ കേൾക്കാനെങ്കിലും 10 പേരുണ്ട്. പക്ഷെ നമ്മുടെ മലയാളത്തിലെ ഒത്തിരി കോമഡി ആർട്ടിസ്റ്റ് ഉണ്ട്. പക്ഷെ അവരുടെ ഇതൊന്നും കാണാനൊന്നും ആൾക്കാരില്ല. ഇവരുടെ ഈ കോമഡി തരങ്ങളും കാണിക്കാൻ ഒക്കെ ആൾക്കാരുണ്ട്. പക്ഷെ അവർ റിയൽ ലൈഫിൽ വേറൊരു ജീവിതമായിരിക്കും, ഈ സോഷ്യൽ മീഡിയ വരുമ്പോൾ വേറെ ഒന്നായിരിക്കും, അത് വേറെ കാര്യം. എങ്കിൽ തന്നെ എന്ത് തന്നെ ആയിരുന്നാലും ഇവർക്ക് ഇങ്ങനൊരു സിനിമ വന്നതിൽ വളരെ സന്തോഷം തോന്നുന്നു. വേറൊരു ഇതുള്ളതെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ വൈറൽ ഇതെന്നൊക്കെ മുമ്പേ ഇതിൻ്റെയൊക്കെ ഒരു രാജാവ് ഉണ്ട്. രാജാവെന്ന് പറഞ്ഞാൽ ഇത് തുടക്കം കുറിച്ച ഒരാൾ, അത് സന്തോഷ് പണ്ഡിറ്റ് തന്നെയാണ്. അതിന് ഒരു മാറ്റവും ഇല്ല. കാരണം 2005 2018 ഒരു 10 വർഷം പുറകിലാണെന്ന് തോന്നുന്നു. 2000 ആണെന്ന് തോന്നുന്നു, കറക്റ്റ് ഡേറ്റ് അങ്ങോട്ട് ഓർക്കുന്നത്. 10 വർഷം പുറകിൽ, 15 വർഷമായിരിക്കാം. അന്ന് സോഷ്യൽ മീഡിയയോ അന്ന് ഇൻ്റർനെറ്റിനെ കുറിച്ചോ ഒന്നും പലർക്കും അറിവില്ലാത്ത സമയത്ത് ഈ സന്തോഷ് പണ്ഡിറ്റ് അന്നൊരു സമയം എന്ന് പറഞ്ഞാൽ അന്നൊരു സിനിമാ സമരം നടക്കുന്ന സമയമാണ്. അന്ന് തിയേറ്ററിലൊന്നും സിനിമകൾ ഓടുന്നില്ല. ആ സമയത്താണ് സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഒരു സിനിമ കൊച്ചിയിലെ ഒരു തിയേറ്ററിൽ ഓടുകയും അദ്ദേഹം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത
വീഡിയോസ് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ, അന്ന് യൂട്യൂബ് ഉണ്ടായിരുന്ന കേരളത്തിൽ ചിലപ്പം 1,00,000 ആൾക്കാരായിരിക്കും, അവരെല്ലാം കണ്ടു. അപ്പം അങ്ങനെ ആ വീഡിയോസ് കൃഷ്ണൻ രാധ എന്ന് പറഞ്ഞ സിനിമയുടെ ഇത് വൈറലായി. അതെടുത്തൊന്നാണ് സിനിമാക്കാരും ഈ യൂട്യൂബിൽ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോമാണെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അലിൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ. അവർക്ക് ഈ പാത തന്നെയാണ് അവരും പിന്തുടരുന്നത്. എല്ലാവരും ഇതാണ്, സോഷ്യൽ മീഡിയ ആണ് ഇന്ന് എല്ലാവരുടെ കാര്യങ്ങളിലും നിയന്ത്രിക്കുകയും എല്ലാവരും ഇപ്പം ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിന് സോഷ്യൽ മീഡിയയിൽ അന്വേഷിച്ചിട്ടാണ് ആ പ്രോഡക്റ്റ് വാങ്ങുന്നത്. ഇതിന് സിനിമ റിവ്യൂ പോലും അത് കണ്ടിട്ടാണ് ആൾക്കാർ ചെയ്യുന്നത്. അപ്പം ഇതിനൊക്കെ ഒരു ഉദാഹരണം സന്തോഷ് പണ്ഡിതാണ്. അദ്ദേഹമാണ് ആദ്യം ഈ റിവ്യൂ അല്ലെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എങ്ങനെ വൈറലാകാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ. എന്ത് തന്നെ ആയിരുന്നാലും ഈ ആറാട്ടണ്ണനും അലിൻ ജോസ് പെരേരയ്ക്കും നല്ലൊരു സ്റ്റാറായി, അല്ലെങ്കിൽ നല്ലൊരു കോമഡി സ്റ്റാറായി, അല്ലെങ്കിൽ നല്ലൊരു ഫിലിം സ്റ്റാറായി, പാൻ ഇന്ത്യ സ്റ്റാറായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു.